അടിക്കാം. ഇപ്പോൾ ഒരു വസ്തു എന്ന് പറഞ്ഞത് ശരിയായി ഒരു കൊണ്ടുവന്നിട്ട് വസ്തുവിനെ പോലെ അടിക്കാന്നുള്ളത് അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം എന്താണ് അത് പറയുന്നത്. നിങ്ങൾ ആദ്യമേ നിയന്ത്രണാധികാരം എന്ന് പറഞ്ഞിട്ട് അടുത്തത് അവരനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാൽ എന്നാണ് ട്രാൻസ്ലേഷനിലുള്ളത്. ആക്ച്വലി നിങ്ങൾ അടുത്ത ആയത്തും കൂടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവര് ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ച് പോകുമെന്ന് നിങ്ങൾ ആശങ്കിച്ചാൽ എന്ന് അടുത്ത സ്റ്റേജിൽ കാണും. ഇതിന്റെ ആയത്തിന്റെ തുടർച്ചയായിട്ടാണ് അതും പറയുന്നത്. പല ട്രാൻസ്ലേഷനിലും അനുസരണക്കേടെന്ന് കാണിക്കണം. അത് ശരിക്കും അവിടെ വരേണ്ടത് അവരിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ വെച്ചാൽ അവർ പിരിഞ്ഞു പോകും, ഒന്നിച്ച് ജീവിക്കത്തില്ല എന്ന രീതിക്ക് പോകുമ്പോൾ ഒരു ഭാര്യയുടെ ഒരു തെറ്റ് കാണിക്കുന്നു, ഭാര്യ എന്തോ ഭർത്താവ് പറയുന്നത് കാണിക്കുന്നില്ല, എന്താ അവിടെ കാരണം എന്താവട്ടെ. പക്ഷെ അത് ഭർത്താവിനറിയാം ഏതാണ് സീരിയസ് ഏതെല്ലാം സീരിയസ് അല്ലെന്നുള്ളത്. ഇത് സീരിയസ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത് പ്രശ്നത്തിലാവും, ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആവും എന്നാണെങ്കിൽ അത് തലാഖിലേക്ക് പോകും. എനിക്ക് വേണ്ട, ഭാര്യ എനിക്ക് വേണ്ട എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് ഒറ്റയടിക്ക് തലാഖെടുത്ത് കൊടുക്കരുത്. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഭാര്യ